ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ്. ഞാനാ പറഞ്ഞത് 10ാം ക്ലാസ്സിലെയും +2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവനെക്കാളും ബോധമുള്ളവരാണ്. ആ കുട്ടികളെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചപ്പോഴും ആ കുട്ടികൾ ചിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കുട്ടികള് ഒരു അതിഥി, ആ അതിഥിയെ ബഹുമാനിക്കുകയാണ്. ഇവൻ ചെയ്തത് ശരിയായിട്ടല്ല, ഇവർക്കറിയാം ഇവൻ ചെയ്യുന്നത് തെമ്മാടിത്താണെന്നറിയാം. ഇവർ ചിരിച്ചെന്താണെന്നറിയോ? ഈ ഒരു ക്ഷണിക്കപ്പെട്ട ഒരു വേദിയിൽ ഇവനെ എന്തിന് അല്ലെങ്കിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണ് അവന്റെ ചെവി അവന്റെ അച്ഛനോ അമ്മയോ അല്ലാതെ മറ്റൊരുത്തൻ അവന്റെ ചെവി പിടിച്ചാൽ കാരണത്ത് അടി കിട്ടും ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന്. അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ. അതാണ് അവരെ പഠിപ്പിച്ചത്. ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് കുട്ടികൾക്ക് അറിയാം. ആ രീതിയിൽ കുട്ടികളുടെ ചെവി പിടിച്ച് തിരുമാൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അത് കേട്ട് ജലീലില്ല, അവന്റെ അപ്പൂപ്പനായാലും കുട്ടികൾ കൈവെക്കും. കേട്ടോ ജലീലെ, കൈവച്ചിരിക്കും. അവര് ചിരിച്ചത് എന്താണെന്നറിയോ? അവരുടെ വിവേകം. നിന്നെക്കാൾ വിവേകം അവർക്കുണ്ട്, നിന്നെക്കാൾ എന്താ പറയാ ഔചിത്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ചിരിച്ചത് കേട്ടോ. അല്ലാതെ നിന്റെ ചെവി പിടിച്ച് തിരിക്കലില്ലേ, സുഖം കൊണ്ട് ആനന്ദ തുന്തുല്യരായിട്ട് അവരിങ്ങനെ ചിരിച്ചതല്ല. മനസ്സിലാക്കിക്കോ കേട്ടോ പൂമോനെ. അല്ല, ദേഷ്യം വരാതിരിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ന്യായീകരിക്കുകയാണ്. ഏത് വേദിയിൽ നിന്ന്? ഈ കുട്ടികൾക്ക് ഉപഹാരം കൊടുക്കുന്ന വേദിയിൽ. അതാണ് ഇതിന്റെ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിയത്. ഈ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അതൊരു മേന്മയാണ്. നിങ്ങൾ നമ്മുടെ ആ പരീക്ഷയിൽ A+ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രക്ഷിതാക്കളാണ് ഈ FB പോസ്റ്റ് ഇടുക, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, എന്റെ മകന് എല്ലാത്തിലും A+, എന്റെ മകൾക്ക് എല്ലാത്തിലും A+. എന്തൊരു അഭിമാനമാണ് അവർക്കല്ലേ? അതിനേക്കാൾ അഭിമാനമാണ് ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇവർക്കൊരു മെമന്റോ ഇവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽപ്പെട്ടൊരു മുഹൂർത്തമാണ്. എല്ലാവരും ആനന്ദിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട, അഭിമാനിക്കേണ്ട മുഹൂർത്തത്തെ ഇവൻ വിളിച്ച് കണ്ട് ഇവരെ കേട്ടെഴുതിപ്പിക്കുക. എന്നിട്ട് ഇവൻ അറിയാതെ ശരി എഴുതിയ കുട്ടികളെയും കൂടി തെറ്റാണെന്ന് പറയുക. എന്നിട്ട് ഇവരുടെ ചെവി പിടിക്കുക. എന്നിട്ട് ഇവരുടെ ഒന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ന്യായീകരിക്കുന്നത്. ഇവൻ വലിയ ആളാണ്, ഇവൻ വലിയ കൊളസ്ട്രോളാണ്, ഇവൻ വലിയ മാഷാണ്, ഇവൻ ഏത് പൊതുവതിയിൽ വന്നാലും ഇവന്റെ മാഷാണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഇവൻ കുട്ടികളെ എന്ത് ചെയ്യും? ചെവിക്ക് പിടിക്കും. ഇതൊക്കെ സാധാരണമാണ്, ഇതൊക്കെ നല്ലതാണ്, കുട്ടികൾ ഇവന്റെ അനുജന്മാരാണ്. മണ്ണാങ്കട്ട. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല. എന്താണ്? കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല. കുട്ടികൾക്ക് പിശക് സംഭവിച്ചിട്ടില്ലാമേ, ഇവനാണ് പിശക് സംഭവിച്ചത്. പ്രത്യേകിച്ച് അധ്യാപകരുടെ. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു, മയു എന്നൊക്കെയാവും പറയുക. ഇവനെ ആക്ഷേപിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ, അതിൽ തന്നെ ഏറ്റവും നിഷ്കളങ്കരായ മനുഷ്യരെയാണ് മയ എന്നും പുയു എന്നും കുയി എന്നൊക്കെ പറയുന്ന മനുഷ്യരെ ഇവൻ അപമാനിക്കുകയാണ്. ഇവൻ പഠിക്കേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൽ നിന്നാണ് ഇവൻ പഠിക്കേണ്ടത്, അല്ലേ? ആഖ്യാതം അതൊന്നുമല്ല. ആഖ്യയോ ആഖ്യാതമോ നിങ്ങളുടെ മയയോ കുയ്യോ ഒന്നല്ല പ്രശ്നം. മനുഷ്യനാവുക എന്നുള്ളതാണ്, കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ മയ എന്ന് പറയാതെ മഴ എന്ന് പറഞ്ഞാൽ ഇവൻ വലിയ ആളാവില്ല. കുയി എന്ന് പറയുന്ന പകരം കുഴി എന്ന് പറഞ്ഞാൽ ഇവൻ വലിയ ആളാവില്ല. ഭാഷാ പ്രയോഗത്തിൽ അല്ല പ്രാധാന്യം, മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്നതാണ് KT ജലീൽ എന്ന് പറയുന്ന അധമൻ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം ആരുടേതാണെന്ന് അറിയോ? ഒരു സ്ത്രീയുടേതാണ് കേട്ടോ. കണ്ണൂരിലുള്ള ഒരു സഖാത്തിയുടെ ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ സഖാത്തിയുടെ പേര് PP ദിവ്യ എന്നാണ്. PP ദിവ്യ ഏത് വിധത്തിലാണോ PP ദിവ്യ എന്ന് പറയുന്ന സഖാത്തി, കമ്മ്യൂണിസ്റ്റുകാരി, മാർക്സിസ്റ്റുകാരി, പിണറായിസ്റ്റായ PP ദിവ്യ ഏത് വിധത്തിലാണോ നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് നയിച്ചത്, അതേ വിധത്തിലാണ്. നിങ്ങൾക്കറിയാലോ, ആ ഒരു അനുമോദന വേദിയിലാണ്, അല്ലെ? ആ ഒരു യാത്രയപ്പ് വേദിയിലേക്കാണ് PP ദിവ്യ കടന്നു ചെല്ലുന്നത്. എന്നിട്ടാണ് PP ദിവ്യ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ വേദിയിൽ വെച്ചിട്ട് നവീൻ ബാബുവിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. അയാൾ അപമാനിക്കുന്നത്. ആ മനുഷ്യൻ തന്റെ ജീവിതം ഒടുക്കുന്നു. അങ്ങനെയാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്, നമുക്കറിയില്ല. CBI അന്വേഷണം വരുന്നു, നമുക്ക് കാത്തിരിക്കാം. ഏതായാലും നവീൻ ബാബുവിന്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്നു PP ദിവ്യയുടെ ആ വിദ്വേഷ പ്രസംഗം മൂലം, അല്ലെ? ഏതാണ്ട് അതിനോട് സാമ്യപ്പെടുത്താവുന്ന ഒരു അധമ പ്രസംഗമാണ് ഇവൻ, ഈ നീചൻ, ഈ തമ്മാടി ഈ കുട്ടികൾക്ക് മുമ്പിൽ നടത്തിയത്. എന്നിട്ടാണ് ഇവന്റെ ഈ പറയുന്ന എന്താ പറയാ ഇവന്റെ താൻ നന്മമരമാണ് എന്നുള്ള ഇവന്റെ ഒരു സ്വയം അഹങ്കരിക്കൽ. കുട്ടികളുടെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, കുട്ടികളെ തിരുത്താം. ഇതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്. KT ജലീൽ ശ്രദ്ധിക്കണം കേട്ടോ. KT ജലീൽ ശ്രദ്ധിക്കേണ്ടതാണ്.
കുട്ടികളെ, നിങ്ങൾ പഴയ അധ്യാപകനൊക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. പക്ഷെ ഇവിടെ വെച്ച് തിരുത്തണമെന്നറിയോ? അത് അതിൻ്റെതായ ഇടങ്ങളുണ്ട്. അവിടെ വെച്ചിട്ടാണ് തിരുത്തേണ്ടത്. അതല്ലാതെ കുട്ടികളെ അനുമോദിക്കുന്ന അത്തരം വേദിയിൽ വെച്ചിട്ട്, അത്തരം സദസ്സിൽ വെച്ചിട്ട്, ആ സദസ്സ് നോക്കണം. നിങ്ങൾ ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കുട്ടികളെ ചെവി പിടിക്കുന്നുണ്ടാവാം, ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കുട്ടികളെ അടിക്കുന്നുണ്ടാവാം, ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കുട്ടികളെ ശകാരിക്കുന്നുണ്ടാവാം, ക്ലാസ് മുറിയിൽ വെച്ചിട്ട് കുട്ടികളെ ഗുണദോഷിക്കുന്നുണ്ടാവാം. അതൊക്കെ ക്ലാസ് മുറിയുടെ 4 ചുമരുകൾക്കുള്ളിലാണ്. അവിടെ നിങ്ങളും കുട്ടികളും അതേപോലുള്ള മറ്റു കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കണം. ഇതല്ല, ഇത് വേദി മാറിയെന്നേ. ഈ കെ.ടി. ജലീൽ ഏതെങ്കിലും ഒരു വിവാഹ പന്തലിൽ പോയിരുന്നിട്ട് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ശിഷ്യ ഈ പറയുന്ന കെ.ടി. ജലീലിനെ തന്റെ കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് വിചാരിക്കട്ടെ. ഞാൻ പേടിക്കുകയാണ് കേട്ടോ. ആ കല്യാണ പന്തലിലേക്ക്, കല്യാണ മണ്ഡപത്തിലേക്ക് കെ.ടി. ജലീൽ കയറി ചെല്ലുന്നു. അവിടെ വധൂവരന്മാർ മാറിയിട്ട് പരസ്പരം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന വധൂവരന്മാർക്ക് ആശംസകൾ നേരാൻ കെ.ടി. ജലീൽ അവിടെ എത്തുമ്പോൾ കെ.ടി. ജലീൽ ഇവരെ അവിടെ വെച്ചിട്ട് കേട്ടെഴുതിക്കുകയും അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഇവരുടെ ചെവി പിടിക്കുകയാണ് ചെയ്യുക. എടോ, ഓരോന്നിനും ഓരോ ഔചിത്യം നോക്കണ്ടേ? നാം ഏത് സദസ്സിലേക്കാണ് നാം ചെല്ലുന്നത്? അല്ലെ, ഇത്തരത്തിൽപ്പെട്ട ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ സദസ്സല്ലേ പ്രധാനം. അതല്ലാതെ ഞാനൊരു അധ്യാപകനാണെന്ന് എപ്പോഴെപ്പോഴും അധ്യാപകനാണെന്നുള്ള തോന്നിച്ച എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന പറഞ്ഞാൽ അതൊരു മാനസിക രോഗമാണെന്നേ. അതൊരു മാനസിക രോഗമാണ് ജലീലെ കേട്ടോ, മാനസിക രോഗമാണ്. ഇവിടെ ചെന്നാലും താൻ അധ്യാപകനാണ് എന്ന് തോന്നലുണ്ടാകുന്നത് തന്റെ മാനസിക രോഗമാണ്. അതിനാണ് ചികിത്സിക്കേണ്ടത് കേട്ടോ. അതല്ലാതെ തന്നെ ഇങ്ങനെ ന്യായീകരിക്കുകയല്ല. ഇങ്ങനെ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരേ ഒരാളെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പിണറായി വിജയനാണ്. ഇപ്പോൾ ഇതാ പിണറായി വിജയനെ പോലെ പിണറായി വിജയൻ പഠിക്കുന്ന മറ്റൊരു അധമൻ കൂടി, മറ്റൊരു തെമ്മാടി കൂടി ഇതാ അതേപോലെ എന്തിനും ന്യായീകരണം, എന്ത് തോന്നിയസം ചെയ്താലും ന്യായീകരണം. അതാണല്ലോ പിണറായി വിജയൻ ചെയ്തത്. 51 വെട്ടി കൊന്നിട്ടും ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരനെ മരിച്ചു കിടന്നിട്ടും നിങ്ങൾ എന്തിനാണ് സഖാവെ അപമാനിക്കുന്നത് ചോദിക്കുമ്പോ അയാൾ ഇപ്പോഴും കൊലകുത്തിയാണെന്ന് പറയുന്ന ആ മനുഷ്യത്വ വിരുദ്ധതയുണ്ടല്ലോ, ആ ഏറ്റവും മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന ആ കാടത്ത സ്വഭാവമുണ്ടല്ലോ, അതാണ് കെ.ടി. ജലീലിലും നിഴലിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തു, എനിക്ക് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും ഇന്ന് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴേ ഞാനൊക്കെ വിചാരിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റ് സംഭവിച്ചു പോയാൽ മാപ്പ് മതി. ഒരു 4 വരി പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, തെറ്റുപറ്റിപ്പോയി മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് എഴുതിന് പകരം ഇവൻ പറയാണത്രേ. എനിക്കിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാഷ് മറ്റേ സിനിമയില് ഈ അന്യനും നമ്മുടെ സിനിമ ഉണ്ടല്ലോ, അത് അന്യൻ സിനിമയിൽ പറയുന്ന പോലെ ഇടക്കിടക്ക് മുടിയൊക്കെ ഇങ്ങനെ തൂത്തിയിട്ട് അന്യനായിട്ട് ഇങ്ങനെ വരിക. അതൊക്കെ വീട്ടിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ അതൊക്കെ മറ്റേ AKG സെന്ററിലോ പാർട്ടി ഓഫീസിലോ പാർട്ടിന്റെ സ്വന്തം ആളല്ലേ, അവിടെ വെച്ചിട്ട് മതി അന്യൻ കളിയൊക്കെ കേട്ടോ ജലീലെ. അത്ര മാത്രമേ തന്നോട് പറയുന്നുള്ളൂ കേട്ടോ, താൻ നന്നാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, താൻ നന്നാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ പറയേണ്ട സന്ദർഭങ്ങളിൽ പറയുക തന്നെ ചെയ്യും കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. കെ.ടി. ജലീൽ എന്ന് പറയുന്ന അധമൻ എന്നും പറഞ്ഞ പോരാ. അയാളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പാർട്ടിയാണ് CPM-ൽ ചേർന്നതോടെ കെ.ടി. ജലീലിന് കൊമ്പുകൾ മുളച്ചിരിക്കുന്നു. എന്താണ്? CPM-ൽ ചേർന്നതോടെ കെ.ടി. ജലീലിന് അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, മനുഷ്യ വിരുദ്ധതയുടെ കൊമ്പുകൾ, ദംഷ്ട്രകൾ ഒക്കെ മുളച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭ വിജയോത്സവം പരിപാടിയിൽ 19, 20, 22 വാർഡുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ആ ചടങ്ങ്. കെ.ടി. ജലീൽ എന്ന് പറയുന്ന മനുഷ്യ വിരുദ്ധൻ, അല്ലേ, അധമൻ, തെമ്മാടി, അങ്ങനെ തന്നെയാണ് ആ പദമാണ് ഏറ്റവും അനുയോജ്യം. ആരെങ്കിലും നമ്മൾ തെമ്മാടി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനാദ്യത്തെ അർഹത കെ.ടി. ജലീലിനാണ്. ഇന്ന് നമ്മുടെ അറിയാലോ, എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരുന്ന വാർത്ത അതായിരുന്നു. കെ.ടി. ജലീൽ ആ വിദ്യാർത്ഥികളെ, A+ നേടിയ വിദ്യാർത്ഥികളെ, അല്ലെ, A+ നേടിയ മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ, മിടുക്കികളായ വിദ്യാർത്ഥിനികളെ പൊതുവേദിയിൽ അവരുടെ രക്ഷിതാക്കളുടെ, അവരുടെ ബന്ധുക്കളുടെ, അവരുടെ സഹപാഠികളുടെ ഒക്കെ, അവരുടെ അധ്യാപകരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ മനുഷ്യൻ അവരെ അപമാനിക്കുകയായിരുന്നു, ആ മിടുക്കന്മാരെയും മിടുക്കികളെയും. എന്നിട്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാം, അയാൾക്കെതിരെ എന്താ പറയാ, ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുക പോലും ചെയ്തു കേട്ടോ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, ഞാനതാ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, തെറ്റുകൾ പറ്റാറുണ്ട് മനുഷ്യർക്ക് തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാത്ത ഏക മനുഷ്യൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമാണ് കേട്ടോ. അതുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏക മനുഷ്യൻ മാത്രമാണ് തെറ്റുകൾ പറ്റാത്ത മനുഷ്യൻ.
ദൈവത്തിന് പോലും ചിലപ്പോൾ തെറ്റുകൾ പറ്റിയേക്കാം. ആരും അതീതരല്ല. പക്ഷെ പിണറായിക്ക് തെറ്റ് പറ്റില്ല കേട്ടോ. അത് വേറൊരു കഥയാണ്. അതുകൊണ്ട് അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. അതവിടെ കിടക്കട്ടെ. അങ്ങനെ തെറ്റുപറ്റാത്ത വിജയനെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ കെ.ടി. ജലീലിന് തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, എന്നോട് ക്ഷമിക്കുക, ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ആ അധമൻ ഫേസ്ബുക്കിൽ ന്യായീകരിക്കുകയാണ്. അതായത് എവിടെ കയറി ചെന്നാലും അദ്ദേഹത്തിലെ അധ്യാപകൻ ഉണരുമത്രേ. ഇവൻ എന്താ അധ്യാപകനെ കുറിച്ച് അറിയാം? ഇവൻ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? ഒരുപാട് അധ്യാപകർ അല്ലേ, നമ്മളിപ്പോഴും മനസ്സുകൊണ്ടാതിരിക്കുന്ന അധ്യാപകര് ഒരുപാട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ മക്കളുടെ അധ്യാപകർ. ഇവൻ ഒരധ്യാപക മൂല്യവും ഇല്ലാത്തവനാണ്. എന്നിട്ട് അവൻ പറയാണല്ലോ, ഞാൻ ഏത് വേദിയിൽ ചെല്ലുമ്പോഴും ഞാൻ അധ്യാപകനായി മാറിപ്പോവുകയാണ്. ആ വേദിയിലും, മണ്ണാർക്കാട്ടെ വേദിയിൽ എനിക്ക് മുമ്പിലിരിക്കുന്ന കുട്ടികൾ, ഈ രക്ഷിതാക്കൾ ഒക്കെ കണ്ടപ്പോൾ എന്നിൽ അധ്യാപകനായിട്ട് ഉണർന്നു. ഞാൻ അവിടെ വെച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുന്നത്, അവരോട് ഹിന്ദി എഴുതാൻ പറയുന്നത്. അത് ഞാൻ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. കുട്ടികൾ ഇതിലേറ്റവും വലിയ രസം എന്താ അറിയോ? അതൊരു ഹിന്ദി മാഷ് ഇന്നലെ എന്നെ വിളിക്കുകയാണ്. ഹിന്ദി മാഷ് പറയാണ്, അല്ല ഹരീഷേ ഒരു രസം അറിയോ? ഞാൻ പറയാം, എന്താ പക്ഷേ? അല്ല, ഇവന് ഹിന്ദി അറിയോ? ഞാൻ പറയാം, ആർക്ക്? അല്ല, ഈ പറയുന്ന കെ.ടി. ജലീൽ ഹിന്ദിയിൽ വല്ല പാണ്ഡിത്യമുള്ള ആളാണ്. ഞാൻ പറയാം, അറിയില്ല പക്ഷേ അയാൾക്ക് ഹിന്ദി അറിയുന്നൊന്നും അറിയില്ല. അയാൾ ഇസ്ലാമിക് ഹിസ്റ്ററിയോ അത് വല്ലതാണ് പഠിച്ചതും അതിലാണ് ക്ലാസ് എടുക്കുന്നതൊക്കെയാണ് എൻ്റെ ഒരു അറിയില്ല. അല്ലല്ല, ഇവൻ ഹിന്ദി കുട്ടികളെ കൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ അറിഞ്ഞു, ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്തു. ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തു. അപ്പം മാഷ് പറയാണ്, ഞാനത് കേട്ടിട്ടാണ് വിളിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ മാഷിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു പെൺകുട്ടി ശരിയാണ് എഴുതിയത്. അവളുടെ പേര് ശരിയാണ് എഴുതിയത്. എന്നിട്ട് ഇയാൾ പറഞ്ഞത്രേ അത് തെറ്റാണെന്ന്. നാന്റെ അപ്പുറം ദീർഘണ്ണം ഞാ ആയിപ്പോയി, ഞാ എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദി ഭാഷ പറയാണ്, അതല്ല, ഹിന്ദിയിൽ അവസാനം നാ ഇത് എന്ന പ്രൊനൗൺസിയേഷൻ വരും. അതുകൊണ്ട് നാ എന്ന് എഴുതാൻ അതിന്റെ അപ്പുറത്തേക്ക് ദീർഘമിടാറുണ്ട്. അത് ഹിന്ദിയിൽ പതിവാണ്. പിന്നെ ഹിന്ദി അറിയില്ല. അപ്പൊ ഹിന്ദി അറിയാത്ത കെ.ടി. ജലീൽ, അവിടെയാണ് ഏറ്റവും വലിയ രസം. ഹിന്ദി അറിയാത്ത കെ.ടി. ജലീൽ ഹിന്ദിയിൽ A+ വാങ്ങിയ കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുകയാണ്. അതാണ്, നമ്മളെല്ലാം തികഞ്ഞവരല്ലല്ലോ അല്ലേ? എല്ലാം തികഞ്ഞവരല്ല. ഇപ്പൊ നമ്മളൊക്കെ ഹിന്ദി പഠിച്ചത് ഇപ്പൊ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ ഹിന്ദി പഠിച്ചത്. അതിനുശേഷം ഹിന്ദി നമ്മൾ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ആ പഴയ ഓർമ്മയിൽ നമുക്ക് ഇപ്പോഴും ഹിന്ദിയിലെ അക്ഷരങ്ങളോ ഹിന്ദിയിലെ വാക്കുകളോ, ഹിന്ദി അത്യാവശ്യം കണ്ടാലൊക്കെ, ഹിന്ദി സിനിമകൾ കണ്ടാലോ ഹിന്ദി സീരിയൽ കണ്ടാലോ നമുക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നത്. കാരണം നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇയാള് ചെയ്ത തോന്നിയാസം എന്ന് പറഞ്ഞാൽ, ഹിന്ദി അറിയാത്ത കെ.ടി. ജലീൽ വെറുതെ അറിയലല്ലോ, A+ വാങ്ങിയ കുട്ടികൾ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് A+ കിട്ടിയ കുട്ടികൾക്കൊന്നും അത്രമാത്രം യോഗ്യതയില്ലാത്ത കുട്ടികൾക്കും A+ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ, എന്തായാലും A+ കിട്ടിയല്ലോ അല്ലേ? A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന വേദിയാണ്. അവരെ ആദരിക്കുകയാണ് നമ്മൾ. അതാണ് ഏറ്റവും വലിയ രസം. A+ കിട്ടിയ കുട്ടികളെ നമ്മൾ ആദരിക്കുമ്പോൾ അല്ലെ, ആദര സദസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ അഭിമാനത്തിന്റെ ഒക്കെ മുഹൂർത്തമാണ്. അവിടെ വെച്ചിട്ട് ഇവരെ അപമാനിക്കുക എന്ന് പറഞ്ഞാലോ, അവിടെ വെച്ചിട്ട് ഹിന്ദി എഴുതിപ്പിക്കുക. എന്നിട്ട് ഹിന്ദി അറിയാത്ത കെ.ടി. ജലീൽ വായിച്ചിട്ട് പറയാ, അതിന് ദീർഘമില്ല, അതിന് വള്ളിയില്ല, അതിന് കുത്തില്ല, കോമല്ല, താ അങ്ങനെയല്ല, ദാ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ഇയാൾ പരിഹസിക്കുക മാത്രമല്ല, ഇയാളുടെ ചെവി പിടിക്കുക. ഈ കുട്ടികളുടെ ചെവി പിടിക്കുക, ഇതാണ് പറഞ്ഞത്. അപ്പൊ മാഷ് പറഞ്ഞ പോലെ കുട്ടികൾ എഴുതിയത് ശരിയായിരുന്നു. ഇയാൾ നോക്കിയപ്പോ അത് തെറ്റി. ഇയാൾക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല. അപ്പോൾ ഇയാൾക്ക് അറിയാത്ത കാര്യം കുട്ടികൾക്ക് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോ ഏതുപോലെ അറിയോ? ഇതൊക്കെ പിണറായി വിജയൻ പഠിക്കുകയാണ്. ഇറ്റിങ്ങളൊക്കെ പഠിക്കുന്നത് പിണറായി വിജയനാണ്. തനിക്ക് വിവരമില്ല, അപ്പോൾ മറ്റാർക്കും വിവരം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇപ്പൊ കെ.ടി. ജലീൽ എന്ന് പറയുന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ നമ്മളല്ല ചിലരൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ അധമന് ഇവന് വിവരമില്ല. അപ്പൊ ഇവന്റെ വിചാരം ഇവൻ വലിയ മാഷാണല്ലോ, കൊണസ്രാൾ മാഷാണല്ലോ. അപ്പൊ ഈ കൊണസ്രാൾ മാഷിന്റെ ഒരു മൂപ്പര് ഈ വേദിയിൽ ഉദ്ഘാടകൻ, അങ്ങനെ എന്തോന്നാണ് ഉദ്ഘാടകൻ തന്നെയാണട്ടെ. അപ്പൊ ഇവൻ ഇങ്ങനെ ഉദ്ഘാടിക്കാൻ നിൽക്കുമ്പോ ഇവന്റെ വിചാരം തന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇവനെക്കാളും വിവരമുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളെ മുന്നിലിരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ SSLC കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാലേ കെ.ടി. ജലീൽ അവരിൽ നിന്ന് പഠിക്കണം. കെ.ടി. ജലീൽ എന്ന് പറയുന്ന അധമൻ പഠിക്കേണ്ടത് ഈ പറയുന്ന A+ നേടിയ 10ാം ക്ലാസ് കുട്ടികളിൽ നിന്നാണ്. 10ാം ക്ലാസ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്തെ കുട്ടികളല്ല കേട്ടോ.
ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാലേ അവർക്ക് ഇപ്പോഴത്തെ MA അതിനേക്കാൾ അങ്ങേപ്പുറത്തൊക്കെ ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ആളുകളെക്കാൾ പ്രായോഗിക വിജ്ഞാനമുള്ളവരാണ് അവർക്ക് പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാലോ, നമുക്ക് അറിവ് കിട്ടുന്ന എവിടുന്നാണ്? നമ്മുടെ ഇപ്പം ഈ ചെറിയ കുടുംബ പശ്ചാത്തലമുള്ള ആളെ അല്ലെങ്കിൽ അധിക വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആൾക്കാരൊന്നും ഇല്ലാത്ത കുടുംബത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആകെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. സ്കൂളിൽ നിന്ന് അധ്യാപകന്മാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന വിവരം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ അതല്ലെന്നേ. അവർക്ക് വിവരം കിട്ടുന്ന ഈ സോഷ്യൽ മീഡിയയില് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മൾ പോലും ഞെട്ടിപ്പോകും. ഇവരുടെ ഒരു വിവരവും ഇവരുടെ ലോക ജ്ഞാനവും ഒക്കെ കണ്ടാൽ നമ്മൾ എന്നിട്ട് ഈ പഴയ തലമുറ ഇപ്പോഴും എന്താ പറയാ, പുതിയ തലമുറ അവരിങ്ങനെ മൊബൈലും കണ്ട് നടക്കുകയാണെന്നൊക്കെ പറയും. ശരി, അവര് മൊബൈലും കണ്ട് നടക്കുകയാണ്. വെറുതെ മൊബൈൽ കളിക്കുകയല്ല, കുത്തി കളിക്കുകയല്ല. അതിലൂടെ അവർ ലോകവിജ്ഞാനം ആർജിക്കുകയാണ്. അങ്ങനെയുള്ള ആ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ, അപ്പൊ ആ മണ്ണാർക്കാട്ടെ ആ സദസ്സിലിരിക്കുന്ന ആൾക്കാർ മുഴുവനും കെട്ടി ജില്ലയിൽ എന്ന് പറയുന്ന വിവരം കെട്ടവനെ, ഒരു വകക്ക് കൊള്ളാത്തവനേക്കാൾ വിവരമുള്ളവരാണ് അവിടെ ഇരിക്കുന്നത് മുഴുവനും. അതീ പൊട്ട മനസ്സിലാക്കണ്ടേ? ഇവന്റെ വിചാരം ഇവന് മാത്രമേ വിവരമുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഈ CPM-ൽ ചേർന്നതോടെ രണ്ട് വലിയ കൊമ്പുകൾ, രണ്ട് വലിയ 4 വലിയ കോമ്പല്ലുകൾ ഇതൊക്കെ അവന് മുളച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ അഹങ്കാരത്തിലാണ് അവൻ പറയുന്നത്. എന്നിട്ട് ഈ കുട്ടികളെ എന്താ പറയാ, ശരി എഴുതിയ കുട്ടികളെ ആ വേദിയിൽ വെച്ച് അപമാനിക്കുക. ഇതെന്ത് ഹിന്ദിയാണ്? നിങ്ങൾക്ക് ഹിന്ദി എഴുതാൻ അറിയോ? ഹിന്ദി അക്ഷരം 10ാം ക്ലാസ്സിൽ A+ നേടിയ കുട്ടികളെ വേറെ എവിടെയും വെച്ചിട്ടല്ല, ഇവന്റെ വീട്ടിലേക്ക് ഇവന്റെ ചായ കുടിക്കാൻ പോയ കുട്ടികളല്ല ഇത്. ഇവനെ വിളിച്ചുകൊണ്ടാണ്, ഇവനെ ക്ഷണിച്ചു കൊണ്ടുവന്നാണ് ഇതിന്റെ സംഘാടകര്. അവരെ പറഞ്ഞാൽ മതി. ഒരു തരത്തിലും ഈ മാതിരി ഒരു അനുമോദന വേദിയിലേക്ക് കാലെടുത്ത് വെക്കാൻ അർഹതയില്ലാത്തവനാണ് ഈ പൊട്ടൻ, അല്ലേ? ഭരണഘടനയെ അധിക്ഷേപിച്ചവനാണ്, ഭരണഘടനയെ വെല്ലുവിളിച്ചവനാണ്. മന്ത്രിയായിരിക്കെ ഒരിക്കലും ഒരു മന്ത്രിയും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ സ്വന്തം ബന്ധു നിയമനം നടത്തിയവനാണ്. എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോഴേ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിച്ചവനാണിവൻ. അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവനാണിവൻ. ഇവനെയാണ് ഇങ്ങനെയുള്ള ഒരു പരിഭാവനമായ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ കുറ്റം പറയുന്നത് ജലീലിനെ അല്ല കേട്ടോ. ജലീലിനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഇവൻ കെഴിയാൻ നന്നാവാത്ത സാധനമാണ്. കെഴിയാൻ നന്നാവാത്ത ഒരൊറ്റ സാധനമേ ലോകത്തുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ഇവനെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഇതിന്റെ സംഘാടകരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ എന്താ പറയാ ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത് അവരെയാണ്. അവരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ വേദിയിലേക്ക് ഇവനെ കൊണ്ടുവരരുത്. ഏതായാലും പറ്റിപ്പോയി. ഇവൻ കൊണ്ടുവന്നിട്ട് ഇവൻ ചെയ്ത ഈ കാര്യങ്ങൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഞാൻ ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നതല്ല രസം, ഇവൻ ന്യായീകരിക്കുകയാണെന്നേ. ഇവൻ ചെയ്തത് ശരിയാണത്രേ. ഇവൻ എവിടെ ചെന്നാലും ഇവൻ അധ്യാപകനാണെന്നുള്ള തോന്നലുണ്ടാകുക അത്ര. ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, മണ്ണാർക്കാട്ട് ഇന്നലെ നടന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ജേതാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുത്തത്. ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണേ. പരിപാടിയിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. കുട്ടികളുമായും രക്ഷിതാക്കളുമായും ചോദ്യങ്ങൾ ചോദിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തിയുമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. പ്രസംഗം കഴിഞ്ഞ് മുഴുവൻ പേർക്കും മെമന്റോ നൽകിയ ശേഷമാണ് വേദി വിട്ടത്. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ, അതായത് MSF, എനിക്കെതിരെ ആക്ഷേപമുന്നയിച്ച് രംഗത്ത് വന്നത് ഒരു വിവാദത്തിന് തിരികൊളുത്തിയതായി അറിയാനായി. 12.5 വർഷം തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ച ആളാണ് ഈ ഉള്ളവൻ. ആ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. 2006-ൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അധ്യാപന ജീവിതത്തോട് വിട പറഞ്ഞത്. അതായത് നന്നായി, കുറെ കുട്ടികൾ രക്ഷപ്പെട്ടു കേട്ടോ. എന്റെ വിദ്യാർത്ഥികളെ കഴിവിന്റെ പരമാവധി അവർക്ക് മനസ്സിലാകും വിധം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവന്റെ അവകാശവാദമാണ്. ഇവനെന്തും പറയാലോ. കുട്ടികളുമായി വളരെ സൗഹൃദത്തിലാണ് വർത്തിച്ചത്. സത്യത്തിൽ അവർക്ക് ഞാനൊരു സുഹൃത്തായിരുന്നു. തന്നെ പൊക്കികൾ നേടില്ല. തന്നെപ്പൊക്കി 1ാം നമ്പർ തന്നെപ്പൊക്കിയാണ്. ഇവ വലിയ കൊണസ്ട്രോളാണ് അത്രേ. സത്യത്തിൽ അവർക്ക് ഞാനൊരു സുഹൃത്തായിരുന്നു. എനിക്കവർ അനുജ സ്നേഹിതന്മാരും. കുട്ടികളുടെ നന്മയല്ലാതെ മറ്റൊന്നും ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. അത്രേ ഇവൻ. ഒരു കുട്ടിയെയും ശിക്ഷിച്ചതായി ഓർക്കുന്നില്ല. എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ തമാശക്ക് ചിരിച്ച് ചെവിയിൽ പിടിക്കുമെന്നല്ലാതെ അവരെ വേദനിപ്പിക്കും വിധം പെരുമാറിയിട്ടേയില്ല. ആകെ ചെവി വെറുതെ ഇങ്ങനെ തൊടുകയല്ലേ. ചെവി പിടിക്കുന്ന എന്തിനാണ്? ചെവി പിടിച്ച് തിരുമും, ചെവി പിടിച്ച് തിരിക്കും അല്ലേ? അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്.
ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് മറിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റായി അവർക്കത് ഈ പോസ്റ്റിന് ചുവട്ടിൽ എഴുതാം. അതല്ലേ കുട്ടികളെ പണി അല്ലേ? എന്റെ വിദ്യാർത്ഥികളിൽ ധാരാളം MSFകാരും ഉണ്ടായിരുന്നു. അവരിൽ പലരും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. തുറന്ന മനസ്സോടെ അവർക്കും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കമന്റ് ഇടാം എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാ പറയുന്നത്, ഇനി മണ്ണാർക്കാട്ടേക്ക് വരാം. സാധാരണ അനുമോദന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഏകപക്ഷീയമായി പ്രസംഗിച്ചു പോരുന്ന രീതിയല്ല എന്റേത്. മൂപ്പര് വലിയ മഹാനാണ്. സുമാർ അഴീക്കോടിന്റെ അപ്പൂപ്പനാണ് മൂപ്പര്. കാരണം പ്രസംഗിക്കാൻ മൂപ്പർക്ക് ഒരു ശൈലി ഉണ്ട് അത്രേ. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ചോദിച്ചും പറഞ്ഞുമാണ് സംസാരിക്കാറ്. അങ്ങനെയാണ് അത്ര ഇവൻ സംസാരിക്കാറ്. മണ്ണാർക്കാട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. കുട്ടികളെ കാണുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ എന്നിലെ അധ്യാപകനാണ് ഉയർന്നു നിൽക്കാറ്. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കാറ്. അപ്പൊ കുട്ടികളെ ഞാൻ ചിരിപ്പിക്കും, കളിപ്പിക്കും, അവരുടെ കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതേ മണ്ണാർക്കാട്ടും നടന്നിട്ടുള്ളൂ. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ അത് ബോധ്യമാകും. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ്. ഞാനാ പറഞ്ഞത്, 10ാം ക്ലാസ്സിലെയും +2യിലേക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവനെക്കാളും ബോധമുള്ളവരാണ്. ആ കുട്ടികളെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചപ്പോഴും ആ കുട്ടികൾ ചിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കുട്ടികള് ഒരു അതിഥി, ആ അതിഥിയെ ബഹുമാനിക്കുകയാണ്. ഇവൻ ചെയ്തത് ശരിയായിട്ടല്ല. ഇവർക്കറിയാം ഇവൻ ചെയ്യുന്നത് തെമ്മാടിത്താണെന്നറിയാം. ഇവർ ചിരിച്ചെന്താണെന്നറിയോ? ഈ ഒരു ക്ഷണിക്കപ്പെട്ട ഒരു വേദിയിൽ ഇവനെ എന്തിന് അല്ലെങ്കിൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണ് അവന്റെ ചെവി അവന്റെ അച്ഛനോ അമ്മയോ അല്ലാതെ മറ്റൊരുത്തൻ അവന്റെ ചെവി പിടിച്ചാൽ കാരണത്ത് അടി കിട്ടും ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന്. അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ. അതാണ് അവരെ പഠിപ്പിച്ചത്. ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് കുട്ടികൾക്ക് അറിയാം. ആ രീതിയിൽ കുട്ടികളുടെ ചെവി പിടിച്ച് തിരുമാൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അത് കേട്ട് ജലീലില്ല, അവന്റെ അപ്പൂപ്പനായാലും കുട്ടികൾ കൈവെക്കും. കേട്ടോ ജലീലെ, കൈവച്ചിരിക്കും. അവര് ചിരിച്ചത് എന്താണെന്നറിയോ? അവരുടെ വിവേകം. നിന്നെക്കാൾ വിവേകം അവർക്കുണ്ട്, നിന്നെക്കാൾ എന്താ പറയാ ഔചിത്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ചിരിച്ചത് കേട്ടോ. അല്ലാതെ നിന്റെ ചെവി പിടിച്ച് തിരിക്കലില്ലേ, സുഖം കൊണ്ട് ആനന്ദ തുന്തുല്യരായിട്ട് അവരിങ്ങനെ ചിരിച്ചതല്ല. മനസ്സിലാക്കിക്കോ കേട്ടോ പൂമോനെ. അല്ല, ദേഷ്യം വരാതിരിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ന്യായീകരിക്കുകയാണ്. ഏത് വേദിയിൽ നിന്ന്? ഈ കുട്ടികൾക്ക് ഉപഹാരം കൊടുക്കുന്ന വേദിയിൽ. അതാണ് ഇതിന്റെ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിയത്. ഈ A+ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അതൊരു മേന്മയാണ്. നിങ്ങൾ നമ്മുടെ ആ പരീക്ഷയിൽ A+ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രക്ഷിതാക്കളാണ് ഈ FB പോസ്റ്റ് ഇടുക, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, എന്റെ മകന് എല്ലാത്തിലും A+, എന്റെ മകൾക്ക് എല്ലാത്തിലും A+. എന്തൊരു അഭിമാനമാണ് അവർക്കല്ലേ? അതിനേക്കാൾ അഭിമാനമാണ് ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇവർക്കൊരു മെമന്റോ ഇവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽപ്പെട്ടൊരു മുഹൂർത്തമാണ്. എല്ലാവരും ആനന്ദിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട, അഭിമാനിക്കേണ്ട മുഹൂർത്തത്തെ ഇവൻ വിളിച്ച് കണ്ട് ഇവരെ കേട്ടെഴുതിപ്പിക്കുക. എന്നിട്ട് ഇവൻ അറിയാതെ ശരി എഴുതിയ കുട്ടികളെയും കൂടി തെറ്റാണെന്ന് പറയുക. എന്നിട്ട് ഇവരുടെ ചെവി പിടിക്കുക. എന്നിട്ട് ഇവരുടെ ഒന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ന്യായീകരിക്കുന്നത്. ഇവൻ വലിയ ആളാണ്, ഇവൻ വലിയ കൊളസ്ട്രോളാണ്, ഇവൻ വലിയ മാഷാണ്. ഇവൻ ഏത് പൊതുവതിയിൽ വന്നാലും ഇവന്റെ മാഷാണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഇവൻ കുട്ടികളെ എന്ത് ചെയ്യും? ചെവിക്ക് പിടിക്കും. ഇതൊക്കെ സാധാരണമാണ്, ഇതൊക്കെ നല്ലതാണ്, കുട്ടികൾ ഇവന്റെ അനുജന്മാരാണ്. മണ്ണാങ്കട്ട. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർക്ക് തെറ്റുകൾ പറ്റും അല്ലേ? തെറ്റുകൾ പറ്റിയെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കും, നമ്മൾ ഖേദം പ്രകടിപ്പിക്കും. ഭാവിയിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഇതൊക്കെയാണ് വിവേകമുള്ള മനുഷ്യർ ചെയ്യുക. പക്ഷെ വിവേകമില്ലാത്ത ബുദ്ധിശൂന്യരായ അഹങ്കാരികളായ ഗർവിഷ്ഠരായ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് KT ജലീൽ എന്ന് പറയുന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അയാളെ വിശേഷിപ്പിക്കേണ്ടത്. മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, നമുക്ക് തന്നെ നാണക്കേടാണ്. അയാൾ പണ്ട് സിമിയുടെ ഒരു നേതാവായിരുന്നു, അങ്ങനെ വേണം നമുക്ക് പറയാം. സിമി എന്ന് പറയുന്ന വർഗീയ സംഘടനയെ അല്ലെങ്കിൽ അതിതീവ്ര ഇസ്ലാമിക സംഘടനയെ കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുകയും കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്ത പമ്പരവിഡ്ഢിയായിരുന്നു KT ജലീൽ. ആ KT ജലീൽ ചില കുത്തിത്തിരിപ്പുകളെ തുടർന്നിട്ടാണ് അയാളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതും അയാൾ പിന്നീട് മുസ്ലിം ലീഗിന്റെ ഭാഗമായി മാറുന്നതും, യൂത്ത് ലീഗിൽ. അവിടെയും അയാൾ നിലയുറപ്പിച്ചില്ല. കാരണം അയാളുടെ കയ്യിലിരിപ്പ് അതാണ്. അവിടെ നിന്നും അയാൾ ആട്ടിയിറക്കപ്പെട്ടു. പിന്നീടാണ് അഭയം തേടിയത് എവിടെ? CPM. പിന്നെ അങ്ങനെയാണല്ലോ, ഇത്തരത്തിൽപ്പെട്ട എല്ലാ അധമന്മാരെയും
എല്ലാ ഇത്തരത്തിൽപ്പെട്ട മനുഷ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെയും ഒക്കെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. പഴയ CPM അല്ല, പുതിയ CPM. നമ്മൾ കണ്ടതാണല്ലോ, വീണ ജോർജ് പത്തനംതിട്ടയിൽ കാപ്പാപ്രതികളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നതും അവർക്ക് രക്തഹാരം ചാർത്തുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ കേട്ട് കോരിത്തരിച്ചവരാണ് നമ്മൾ, അല്ലേ? അക്രമികളെ, പോലീസിന് നേരെ ബോംബെറിഞ്ഞവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന നാടാണിത്. നാടാകെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു എന്ന് പോലീസ് സംശയിക്കുന്ന, അത് പ്രചരിപ്പിച്ച ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, കോടതി റിമാൻഡ് ചെയ്തു. കോടതിയിൽ നിന്ന് 14 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആ ഏറ്റവും വലിയ ക്രിമിനലിനെയും രക്തഹാരമണിയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലൂടെ ആനയിച്ച പാർട്ടിയുടെ പേരാണ് CPM എന്ന്. പാർട്ടികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? ഇന്നലെ വരെ താൻ വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിയോജിപ്പുകൾ ഉണ്ടാവുക സാധാരണമാണ് എല്ലാ മനുഷ്യർക്കും. അതല്ലാതെ നമ്മൾ പിറന്നു വീണ കാലം മുതൽക്ക് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം മരിക്കുന്നത് വരെ അതേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യരായ ആൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ചിന്താശേഷിയുള്ള മനുഷ്യർ, കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുന്നവര്, അവരൊക്കെ അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ അതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവർ മാറിയേക്കാം. അതൊക്കെ വളരെ സ്വാഭാവികമാണല്ലോ. പക്ഷേ CPM നിന്ന് അങ്ങനെ ആർക്കും മാറാൻ പറ്റില്ല. CPM നിന്ന് മാറിയവരൊക്കെ വർഗവഞ്ചകരാണ്, കുലംകുത്തികളാണ്. അതാണ് ഏറ്റവും വലിയ രസം. CPM ഇവർക്ക് ആരെയും സ്വീകരിക്കാം കേട്ടോ. CPM ആരെയും സ്വീകരിച്ച് ആനയിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. അവരൊന്നും വർഗവഞ്ചകരല്ല, അവരൊന്നും കുലംകുത്തികളല്ല. പക്ഷേ CPM നിന്ന് ആരെങ്കിലും മാറിയാൽ അവരൊക്കെ വർഗവഞ്ചകരാണ്, കുലംകുത്തികളാണ്. പണ്ടൊക്കെ അവർ ഇത്തരം ആളുകളെ വെട്ടിക്കൊല്ലും, അല്ലെ? വെട്ടി നുറുക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കില്ല. അതാണ് പാർട്ടിയുടെ ഒരു നയം. അങ്ങനെയായിരുന്നല്ലോ TP ചന്ദ്രശേഖരനെ വെറുതെ കൊലപ്പെടുത്തുകയല്ല, അതിയായ പകമൂലം, അല്ലേ? 51 വെട്ടൊക്കെ വെട്ടിയിട്ട് പെറ്റമ്മക്ക് ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ പറ്റാത്ത വിധം 51 വെട്ടിയിട്ട് മുഖം തിരിച്ചറിയപ്പെടാൻ ആവാത്ത രീതിയിലായിരിക്കണം എന്നായിരുന്നു ഉന്നത തലങ്ങളിൽ നിന്ന് കൊടിസുനിക്കും സംഘത്തിനും കിട്ടിയ നിർദ്ദേശമെന്ന് നാം ഇന്ന് അറിയുന്നു. പകച്ചു നിൽക്കുകയാണ് നമ്മൾ. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് KT ജലീൽ എന്ന് പറയുന്ന അധമൻ എന്നും പറഞ്ഞ പോരാ. അയാളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പാർട്ടിയാണ് CPM. ചേർന്നതോടെ KT ജലീലിന് കൊമ്പുകൾ മുളച്ചിരിക്കുന്നു. എന്താണ്? CPM ചേർന്നതോടെ KT ജലീലിന് അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, മനുഷ്യ വിരുദ്ധതയുടെ കൊമ്പുകൾ, ദംഷ്ട്രകൾ ഒക്കെ മുളച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭ വിജയോത്സവം പരിപാടിയിൽ 19, 20, 22 വാർഡുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ആ ചടങ്ങ്. KT ജലീൽ എന്ന് പറയുന്ന മനുഷ്യ വിരുദ്ധൻ, അല്ലേ? അധമൻ, തെമ്മാടി, അങ്ങനെ തന്നെയാണ് ആ പദമാണ് ഏറ്റവും അനുയോജ്യം. ആരെങ്കിലും നമ്മൾ തെമ്മാടി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനാദ്യത്തെ അർഹത KT ജലീലിനാണ്.